തുല്യമായി മദ്രസാ സിലബസിന് അംഗീകാരം നൽകിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം സൃഷ്ടിച്ച ഗവൺമെന്റ് നന്ദി പറയാൻ പോലും കഴിയാത്ത കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾക്ക് ചരിത്ര മാപ്പ് നൽകില്ല എന്ന് വിനയപുരസരം ഞാൻ പറയട്ടെ. എവിടെയാണ് പിന്നെ നിങ്ങൾ നന്ദി പറയുക? മരിച്ചാലോ? നിങ്ങൾ എപ്പോഴാണ് നന്ദി പറയാ? നിങ്ങൾ അവസാനം കഴിഞ്ഞാലോ? ഹയാത്ത് കാലത്തല്ലേ നന്ദി പറയേണ്ടത്? ഹയാത്ത് കാലത്തല്ലേ നന്ദി പറയേണ്ടത്? എപ്പോഴാണ് നിങ്ങൾ പറയുക? ആ ഗവൺമെന്റാണ് ജനവിധി തേടിയത്. ആ ഗവൺമെന്റാണ് ജനവിധി തേടി. ഒരാൾ എൻ ഖൗമിയ എന്താണ്? എൻ ഖൗമിയ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ ബഹുഭാഷാ പണ്ഡിതനല്ല. ബഹുഭാഷാ പണ്ഡിതൻ കൂടുതലാണുള്ളത്. എൻ ഖൗമിയ എനിക്ക് എന്നെ ആരോട് ചോദിച്ചു പറഞ്ഞു യാ ഉമ്മത്തീന്ന്. ചിലപ്പോൾ അതിന് ചാൻസ് ഉണ്ട്. അമ്മാതിരിയാണ് സാധനം കിടന്നത്. ഈടെ വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ കുറേ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ സമാധാനമുണ്ട്. ഞാൻ സമാധാനോട് ചോദിച്ചു, എന്താ ഇവിടെ ആൾക്കാർ? ഓ കല്ലേ അറിയില്ലേ, ഇവിടെയാണ് ഈസാ നബി പ്രത്യക്ഷപ്പെട്ടു. ഈസാ നബി വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ഈസാ നബി. ഞാൻ പിന്നെ എന്താണത്? ആ ഒരുത്തം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വേഷം കെട്ടി ആ താടിയും മുടിക്ക വെച്ചു. എന്നിട്ട് ഓൻ പറഞ്ഞത് ഞാനാണ് ഈസാ നബി. അപ്പോൾ ഞാൻ പറഞ്ഞു ആൾക്കാർ കൂടിയത് ഓൻ്റെ അനുയായികളും. ഈസാ നബിക്കും അനുയായികളുണ്ട് കേരളത്തിൽ. ഈസാ നബിക്ക് അനുയായികൾ. എൻ്റെ അവസാനം ഓൻ പണക്കാട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. MA കാരനാണ്. മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈസാ നബി ഞാനാണ്. ഇത് പണക്കാട്ട് തങ്ങൾ ഇത് അംഗീകരിച്ച് ജനങ്ങളോട് പ്രഖ്യാപിക്കണം. അപ്പോൾ നബിയും പറയുന്നത് ഇത് അംഗീകരിക്കേണ്ട ആൾ പണക്കാട്ട് തങ്ങളാണ്. പ്രഖ്യാപിക്കും. നബിക്കും കേരളത്തിൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ തങ്ങൾ പോകണം. പണക്കാട്ട് തങ്ങൾ. പിന്നെയാണോ ഈ കാന്തപുരം? നബിക്ക് പോലും നബിയാ പറയുന്നത് തങ്ങൾ വേണോ? 4 ആള് എൻ ഖൗമിയ 4 ആളെ കിട്ടിയപ്പോൾ എന്താ പ്രസംഗം? ഇങ്ങോട്ട് കുത്തിയവനെ അങ്ങോട്ട് കുത്തും. ഇരിക്കൂറി കുത്തി നോക്കി. കിഡ്നി മോഷണ സംഘം അല്ലേ? അന്തർദേശീയ അടിസ്ഥാനത്തിൽ കിഡ്നി മോഷണം സംഘമുണ്ട്. വലിയ പൈസക്കാരാണ്. ചിലപ്പോൾ അബ്ദുൽ നൂറുൽ ഉലമ അതിൽപ്പെട്ടായിരിക്കും. ഞാൻ കുറ്റപ്പുറത്തെ കൂടി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു 5-8 മറ്റേ VVIP വണ്ടികൾ, കാറുകൾ. ഞാൻ ആരോട് ചോദിച്ചു, എന്താണ് ഇത് ഇലക്ഷന് വേണ്ടി കലക്ഷൻ പിടിച്ചെടുത്താണോ വണ്ടി എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്തല്ല, നമ്മുടെ അബ്ദുൽ നൂർ മൗലവിൻ്റെതാണ്. കാന്തപുരത്തിൻ്റെ ആസാമിയുടെ അബ്ദുൽ നൂർ മൗലവി. 5-8 വണ്ടികൾ. ഇത് ഷെയ്ഖുന സാധാരണ ഓടുന്ന വണ്ടിയാണ്. അതിൻ്റെ കറാമത്ത് തന്നെ കണ്ടത്. ആ വണ്ടി മുഴുവൻ സ്റ്റേഷനിലാണ്. ഷെയ്ഖുന ഓടുന്ന വണ്ടി. അപ്പോൾ ഞാൻ വിനയപുരസരം പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേരളത്തിലെ മാത്രം തെരഞ്ഞെടുപ്പല്ല, ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ എതിർത്തത് ബുദ്ധിപൂർവ്വമാണ്, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. എന്താ കാര്യം? അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് പശ്ചിമ ബംഗാളിലും കേരളത്തിലുമാണ്. പശ്ചിമ ബംഗാളിലും കേരളത്തിലും കോൺഗ്രസിൻ്റെ കൂടെ മുന്നിൽ നിന്ന് മത്സരിക്കാൻ പറ്റും. ആരോടെ മത്സരിക്കുക? ഇവിടെ BJP ഉണ്ടോ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ആണവ കരാർ എന്ന പേര് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. ആണവ കരാർ എന്ന പേര് പറഞ്ഞ് രക്ഷപ്പെട്ട് കോൺഗ്രസിനോട് മത്സരിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറഞ്ഞാൽ മനസ്സിലാക്കാം, CPIക്കും CPMനും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പം ഇവരെന്തിനാ പറയണം? ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ നാസർ മദനി വടിയും കുച്ചിപ്പിടിച്ചൊരു മൂപ്പരെ പറ്റിയല്ല കേട്ടോ, മൂപ്പര് നല്ല ആളാണ്. മൂപ്പരും ഈ കാന്തപുരയ്ക്ക് എന്തിനു പറയണം? മുമ്പ് പ്രേമ നൈരാശ്യം ഉണ്ടായ 2 ചെറുപ്പക്കാർ, ഒരു ചെറുപ്പക്കാരിയും ഒരു ചെറുപ്പക്കാരനും ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിൽ കെട്ടിത്തൂങ്ങി. കാമുകന്മാർ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതിലെ ഒരു സാധു നമ്പൂതിരി പോകുമ്പോൾ ഇത് 2 തൂങ്ങി കിടക്കുന്ന കണ്ടു. അപ്പോൾ ഉടുത്ത മുണ്ടയച്ച് അയാളും കെട്ടിത്തൂങ്ങി. അയാൾ ഒരു വിവരം അറിയില്ല, കെട്ടിത്തൂങ്ങി. അപ്പോൾ 4ാമതൊരാൾ അതിനെ പോകുമ്പോൾ പറഞ്ഞിരുന്നു, കാമുകൻ പ്രേമ നൈരാശ്യം കൊണ്ട് തൂങ്ങി, കാമുകി മനം നൊന്ത് തൂങ്ങി. എടാ വങ്ക വടുവ എരപ്പാടി വിഡ്ഢി, നീ എന്തിനാണ് തൂങ്ങിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIയും ആണവ കരാറിൻ്റെ കാര്യം കെട്ടിത്തൂങ്ങി ഇതുകൊണ്ടാണ്. വങ്ക വടുവ വിഡ്ഢി എരപ്പാളി കാന്തപുരമേ അബ്ദുൽ നാസർ മദനി ജമാഅത്തെ ഇസ്ലാം, താൻ എന്തിനാടോ ഈ പണിയെടുത്തു? താൻ എന്തിന് തൂങ്ങി? തനിക്കെന്ത് ഇവിടെ കാര്യം? എന്ത് ആണവ കരാർ? ഒരു മൊയിലാർ ആണവ കരാർ പ്രസംഗിച്ചു. ഞാൻ ചോദിച്ചു എന്താ ആണവ? അപ്പം എന്നോട് ആണവ കരാർ അറിയില്ല. ഞാൻ അറിയില്ല. ആണവ കരാർ അറിയില്ലായിരുന്നു. ഞാൻ അതേ അറിയില്ല. നിങ്ങളൊന്ന് പറയും. ഓന് വല്ലതും അറിയാം. ഓൻ ജഹലും ഉറക്കമായാലും പ്രസംഗം മാത്രം ആണവ കരാർ. ജഹലും ഉറക്കം ജാഹിലുമല്ല.
ജഹല് മുറക്കബാണ്, വെറുതെ പ്രസംഗിക്കുകയാണ്. ആണവ കരാർ മോശമല്ല എന്ന് പറഞ്ഞത് അബുൽ കലാം ആസാദ്, മറ്റേയാണ് അതിൻ്റെ പേരെന്താണ്, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാം അത് പറഞ്ഞപ്പോൾ നമ്മുടെ നാസർ മദനിയും VS അച്യുതാനന്ദൻ പറഞ്ഞ അയാൾക്ക് വിവരമില്ല. APJ അബ്ദുൽ കലാമിന് ഇതിനെപ്പറ്റി വിവരമില്ല. ആണവ കരാറിനെ പറ്റി വർത്താനം പറയാൻ ലോകത്ത് തന്നെ ഒരു 5 ആളെ തിരഞ്ഞെടുത്താൽ അതിലൊന്ന് APJ അബ്ദുൽ കലാം ആയിരിക്കും. അയാൾ അതിൻ്റെ ഷംസുൽ ഉലമയാ, ഖമറുൽ ഉലമയല്ല, ഷംസുൽ ഉലമയാ. ഖമറുൽ ഉലമ പിന്നെ ഷംസിൽ നിന്ന് അതിൻ്റെ പ്രകാശം കിട്ടിയിട്ട് ഉള്ളതാണല്ലോ ഏർപ്പാട്. ഷംസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഖമർ പ്രകാശം ഷംസിൽ നിന്ന് കിട്ടിയിട്ടാണ് പ്രകാശിക്കുക. അത് അടഞ്ഞു പോയിന്. അതുകൊണ്ട് ഇപ്പം ഖമറൊന്നല്ല, ഇപ്പം ഈ കൂരിരുട്ടാണ്. അത് പണ്ട് പ്രകാശിച്ച കാലം കണ്ടാണ്, ഷംസിൻ്റെ പ്രകാശം കിട്ടുന്ന കാലത്താണ്. എന്നോട് ഈ ഉള്ളാളം മനുഷ്യൻ എന്നോട് തന്നെ പറഞ്ഞാണ്, ഞാൻ 2 വർഷം ഷംസുൽമേൻ്റെ കീഴിൽ ഓതിയിട്ടുണ്ട്. നമ്മളന്ന് എൻ്റെ പുരയിൽ വന്നപ്പോൾ മൂപ്പരുണ്ടായിരുന്നു. ഞാൻ 2 വർഷം ഷംസുൽമേൻ്റെ കീഴിൽ ഇവിടെ തളിപ്പുറമിൽ ഓതിയിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയത് മാത്രമാണ് എനിക്ക് ഇൽമ്. അത് മാത്രമാണ് എൻ്റെ മനസ്സ് നിറഞ്ഞു പോയിട്ടുണ്ട് ഇൽമ കൊണ്ട്. ഈ ഉള്ളാളന്തങ്ങൾ ആ മനുഷ്യനാ പിന്നെ എപ്പോൾ പ്രസംഗിച്ചത്, ഞാൻ വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചോ അങ്ങ് എടുത്തോളി. അതോടെ പൂജ്യാണ്. താജുലുലമ പൂജ്യലുലമാണ്, പൂജ്യമാണ്. ഇപ്പം എന്താ പറഞ്ഞത് KT മാലു ഉസ്താദിനെ പറ്റി? അയാളെന്ന് പറഞ്ഞു എൻ്റെ പൊരുത്തക്കേടാണ്, സ്റ്റേജുമൽ വീണ് കാഫറായി ചത്തുപോയി. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കുന്നു, ഇതിനേക്കാൾ മനോഹരമായൊരു മരണം KT ഉസ്താദിന് ലഭിക്കണമെങ്കിൽ ഹറം ഷരീഫിൽ വെച്ച് മരിക്കണം, അല്ലെങ്കിൽ മദീന മുനവറയിൽ വെച്ച് മരിക്കണം, അല്ലെങ്കിൽ മിനയിലോ അറഫയിലോ മരിക്കണം. അതല്ലാത്തൊരു മരണം KT മാനു ഉസ്താദിന് കിട്ടാൻ ഏറ്റവും ഹൈറായത് ഇവിടെ വെച്ച് തന്നെയാണ്. നമുക്കറിയാമല്ലോ. ആയുഷ്കാലം മുഴുവൻ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ കഠിനമായി അധ്വാനിച്ചത്, ആ പ്രസ്ഥാനം തൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ സന്തോഷത്തോടെ എനിക്ക് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നു. ഒന്നിച്ച് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും പെണങ്കോടും തുടങ്ങി 4-5 ആളുകൾ ഒന്നിച്ചു പോകുന്നു. ആംബുലൻസിൽ വെച്ച് ആദ്യം വെപ്പ് പല്ല് എടുത്ത് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. വെപ്പ് പല്ലെടുത്ത് കൊടുക്കുന്നു. മരണത്തിൻ്റെ ഒരുക്കമാ. പിന്നെ വെള്ളം ചോദിക്കുന്നു, വെള്ളം വാങ്ങി കുടിക്കുന്നു. അതിനുശേഷം ഒരു നിശ്വാസത്തോടെ അല്ലാഹ് എന്ന് വിളിക്കുന്നു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3-4 തവണ സ്ഫുടമായി ചൊല്ലി കണ്ണടച്ചു. എന്നേക്കുമായി യാത്ര പറഞ്ഞു. നിമിഷങ്ങൾക്കകം ആ മയ്യത്ത് സമസ്തയുടെ ഓഫീസിലേക്ക് വരുന്നു. ജനലക്ഷങ്ങൾ ആ നഗരിയിൽ വെച്ച് ആ മഹാന് മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി ദുആ ചെയ്യുന്നു. തഹ്ലീലുകൾ ചൊല്ലി സമയം നീക്കുന്നു. ആ മയ്യത്ത് ആ നഗറിലേക്ക് കൊണ്ടുവരുന്നു. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മഹാനവരുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരം നടക്കുന്നു. അതുവരെ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അവിടെ ദ്വായും ദിക്റായിട്ട് കഴിച്ചുവിട്ട ജനങ്ങൾ. ഇതിനേക്കാൾ ഹൈറായൊരു മരണമുണ്ടോ മാനു ഉസ്താദിന്? നമ്മൾ ഏത് നിമിഷമാണോ ഈ ദുനിയാവിൽ നിന്ന് വിട ചോദിക്കുന്നത്, ഏറ്റവും ഹൈറായ നിമിഷമായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും ഹൈറായ നിമിഷമാണ് നമ്മൾ വിട ചോദിക്കേണ്ടത്. മാനു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഹൈറായ ഒരു നിമിഷം, ഞാൻ പറഞ്ഞ പോലെ മക്കത്ത് വെച്ചാവണം, അല്ലെങ്കിൽ മദീനയിൽ വെച്ചാവണം, അല്ലെങ്കിൽ അറഫയിലോ മിനയിലോ ആവണം, അല്ലെങ്കിൽ ഏറ്റവും ഹൈറായ മരണം അതാണ്. അതിനെയാണ് ഇങ്ങനെ ഈ ചണ്ടി പണ്ടാരങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് കുട്ടികൾ തക്ബീറല്ല പോലും. എന്ത് പറയുമ്പോൾ തക്ബീർ? പണ്ട് കോട്ടുമല ഉസ്താദ് പറഞ്ഞിരുന്നു, ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു, അള്ളാഹു അബൂബക്കർ എന്ന് പറയരുത്. മറ്റവൻ്റെ പേര് പറയുമ്പോൾ അള്ളാഹു അക്ബർ പറയാം. കോട്ടുമല ഉസ്താദ്, മറ്റൊരു മിർഷോയ് ഉസ്താദ് അള്ളാഹു അബൂബക്കർ എന്ന് പറയുന്നത്, അതും പറയും ഈ കൂട്ടർ അമ്മാതിരി ജാഹിലികളാണ്. നബിദിനത്തിന് AP മുഹമ്മദ് സിന്ദാബാദ്, AP റസൂലുള്ളാഹി. അപ്പോൾ AP അന്ത്യപ്രവാചകൻ AP, ഇത് ഏട്ടൻ മൂസറാം ഇയാളെ എളാപ്പം മുത്താപ്പം മക്കളാണെന്ന് ആളുകൾക്ക് തോന്നാൻ വേണ്ടി AP മുഹമ്മദ് റസൂലുള്ളാഹി, ഇയാളെ AP ആണല്ലോ. അതുകൊണ്ട് വിനയപുര ശ്രമൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, തോന്നിയവാസം വിളിച്ച് പറയാം, ലക്കും ലഗാനുമില്ലാതെ. ശംസുൽ ഉലമ ആരാ ശംസുൽ ഉലമയാക്കിയത്? ആരെങ്കിലും പേര് നൽകിയതാണോ? ഏതെങ്കിലും ഉഷാവറ തീരുമാനിച്ചതാണോ? ശിഷ്യന്മാർ തീരുമാനിച്ചതാണോ? പിതാവ് വിളിച്ചു പറഞ്ഞതാണോ? ഉസ്താദുമാർ പറഞ്ഞതാണോ? ആരുമല്ലല്ലോ. ആരാ ശംസുൽ ബാബിന്റെ പേര് നൽകിയത്?
വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അള്ളാഹു അംഗീകരിച്ചതാണ് ആ പേരെന്നർത്ഥം. അള്ളാഹു താല തന്നെ നൽകിയ പേരാണ് ശംസുൽ ഉലമ. അതാണ് ഇൽഹാമിലൂടെ ഒരു സമൂഹം ഏറ്റെടുക്കുക. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മലായിക്കകൾ മുഖേന ലോകത്ത് മുഴുവൻ അറിയിക്കുന്നൊരു സന്ദേശമാണ്. എന്നാൽ ഇതോ ഇവരിങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് ഞാൻ താജുൽ ഉലമ, നിങ്ങൾ മറ്റേ കൻസുൽ ഉലമ, മറ്റേ നൂറുൽ ഉലമ, നാറുൽ ഉലമ. ഞാൻ പറയുന്നു, ഉസ്താദന്മാരെ ചീത്ത വിളിച്ചാൽ താജുൽ ഉലമ ആകുമെങ്കിൽ ആദ്യത്തെ താജുൽ ഉലമ ആവേണ്ടത് ചേകനൂർ മൗലവിയാണ്. ഒന്നാം നമ്പർ അയാളാണ്. വിവരമില്ല എന്നിട്ടാണോ? നല്ല വിവരമുണ്ട്. പക്ഷെ എന്താ പറഞ്ഞത്? എന്താ കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർക്ക് വിവരമില്ല. അയാൾ ആദ്യത്തെ വാദം അതാണ്. കണ്യത്ത് ഉസ്താദിന് വിവരമില്ലെന്ന് ആദ്യം പറഞ്ഞത് ചേകനൂരാ, രണ്ടാമത്തെ ഉള്ളാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ താജുൽ ഉലമ കൊണ്ട് അയാളാണ്. പിന്നെ അയാൾ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കണ്യത്ത് ഉസ്താദിന് മാത്രമല്ല ഫിഖഹിൻ്റെ ഉലമാക്കൾക്ക് വിവരമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഒരു അബൂ ഹുറൈറ ഉണ്ടല്ലോ, ഓനാ കള്ളൻ. അബൂ ഹുറൈറയെ കണ്ടാൽ ചവിട്ടണം. മരിച്ചുപോയി, അതുകൊണ്ട് കാണാൻ ചാൻസ് ഇല്ല. കുഴിച്ചിട്ട സ്ഥലം പരിശോധിച്ച് കുഴി മാന്തി എല്ലായിടത്തും ചവിട്ടണം. അങ്ങനെ കുഴിച്ചിട്ട സ്ഥലം പരിശോധിച്ച് അവസാനം ചുവന്ന കുന്നിലാണ് കണ്ടത്. മാന്തിയപ്പോൾ പട്ടീൻ്റെ എല്ലാം കിട്ടിയത്. ദുനിയാവിൽ തന്നെ ഈ പഹയൻ അള്ളാഹു പട്ടിയാക്കിയത്. ഞാൻ പറയുന്നു, ഇമാം